ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്സിലയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ചില സമയത്ത് നമ്മൾ സിസ്റ്റം ഓപ്പൺ ചെയ്യാൻ നേരത്ത് നോ ഓഡിയോ ഡിവൈസ് ഈസ് ഇൻസ്റ്റാൾഡ് എന്ന് പറഞ്ഞിട്ട് എറർ കാണിക്കാറുണ്ട്. അങ്ങനെ എറർ കാണിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ആ ഒരു എറർ വളരെ എളുപ്പം കളയുന്നതെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. മാത്രമല്ല, നമ്മൾ ഇതിൻ്റെ അകത്ത് പറയുന്ന എല്ലാ സ്റ്റെപ്സും നമ്മളൊരു PDF ആക്കിയിട്ട് ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ അതുപോലെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു PDF റെഫർ ചെയ്യുകയാണെങ്കിൽ അത് ക്ലിയർ ആയി കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. സ്പീക്കറിൻ്റെ അവിടെ നമ്മൾ മൗസ് കൊണ്ടുവരാൻ നേരത്ത് അവിടെ ഒരു എറർ കാണിക്കുന്നുണ്ട്. അതായത് നോ ഓഡിയോ ഔട്ട്പുട്ട് ഡിവൈസ് ഈസ് ഇൻസ്റ്റാൾഡ് എന്നാണ് ആ ഒരു എറർ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ആ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യാം. ഐക്കൺ നമ്മൾ ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ ട്രബിൾ ഷൂട്ട് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു ട്രബിൾ ഷൂട്ട് വെച്ചിട്ട് എന്തുകൊണ്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഇങ്ങനെ എറർ കാണിച്ചതെന്ന് ഒരു പരിധി വരെ നമുക്ക് അറിയാൻ പറ്റും. ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള എറേഴ്സ് ആണെങ്കിൽ നമുക്ക് ട്രബിൾ ഷൂട്ട് ചെയ്തിട്ട് തന്നെ അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ട്രബിൾ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട്. ട്രബിൾ ഷൂട്ട് കഴിഞ്ഞപ്പോൾ എന്താണ് പ്രോബ്ലം എന്ന് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് വ്യൂ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ട്രബിൾ ഷൂട്ടിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് നോക്കിയാൽ കാണാം ഇഷ്യൂസ് ഫൗണ്ട് ചെയ്തിട്ടുണ്ട്, ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓഡിയോ ഡിവൈസ് ചെക്ക് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യണം തുടങ്ങിയ കുറച്ച് എറേഴ്സൊക്കെ അവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ട്രബിൾ ഷൂട്ട് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു എറർ എങ്ങനെ മാറ്റാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ വിൻഡോസിൻ്റെ സ്റ്റാർട്ട് ബട്ടൺ അവിടെ കൊണ്ടുവന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റണ്ണ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ കിട്ടും. ഇവിടെ നമ്മൾ devmgmt.ms എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഓക്കെ കൊടുക്കാം. അതായത് ഡിവൈസ് മാനേജ്മെൻറ്റ് ഓപ്പൺ ചെയ്യാനുള്ളൊരു കമാൻഡാണത്. ഡിവൈസ് മാനേജർ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഓപ്പൺ ആയി വരുമ്പോൾ നമുക്ക് ഏകദേശം ഇങ്ങനൊരു വിൻഡോ കിട്ടും. അതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് വരുന്ന സൗണ്ട്, വീഡിയോ ആൻഡ് ഗെയിം കൺട്രോളർ നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പൊക്കത്ത് വരുന്ന ആക്ഷൻ സെലക്ട് ചെയ്തിട്ട് ആഡ് ലെഗസി ഹാർഡ്വെയർ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വെൽക്കം ടു ദ ആഡ് ഹാർഡ്വെയർ വിസാർഡ് എന്ന് പറഞ്ഞൊരു വിൻഡോ കിട്ടും. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നെങ്കിൽ നമുക്കത് വായിച്ചു നോക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനൊരു വിൻഡോ കിട്ടും. അതിൻ്റെ അകത്തുനിന്ന് സെലക്ട് ഫോർ ആൻഡ് ഇൻസ്റ്റാൾ ദ ഹാർഡ്വെയർ ഓട്ടോമാറ്റിക്കലി, അതായത് റെക്കമെൻഡ് ചെയ്തേക്കണ സെറ്റിംഗ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ നമുക്കിങ്ങനെ കാണിക്കും. വീണ്ടും നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. എന്നിട്ട് ഇവിടെ നമ്മുടെ എറർ വന്നിരിക്കുന്നത് ഓഡിയോയ്ക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അടിയിൽ വരുന്ന സൗണ്ട്, വീഡിയോ ആൻഡ് ഗെയിം കൺട്രോളർ വീണ്ടും സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനൊരു വിൻഡോ കിട്ടും. അതായത് മോഡൽ, മാനുഫാക്ചർ തുടങ്ങിയ 2 ടാബിലായിട്ട് കുറച്ച് ലിസ്റ്റ് കാണും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളൊന്ന് സെലക്ട് ചെയ്യേണ്ട ആവശ്യമായിട്ടില്ല. ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് നോക്കിയിട്ട് നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ നമുക്ക് USB ഓഡിയോ OEM ഡിവൈസ് എന്ന് പറഞ്ഞിട്ടൊരു ടാബ് കിട്ടും. അതായത് ഏത് ഹാർഡ്വെയറാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അതിൻ്റെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഫിനിഷ് കൊടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സംഭവം ചെയ്യാൻ നേരത്ത് നമ്മുടെ സിസ്റ്റം ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കണം. ഇനി നമുക്ക് നമ്മുടെ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ സിസ്റ്റം റീസ്റ്റാർട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട എററൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ഫയൽ പ്ലേ ചെയ്തിട്ട് കേട്ട് നോക്കാം. നമ്മളിവിടെ നമ്മുടെ ചാനലിൽ ഇൻട്രോയാണ് കേൾക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് വളരെ എളുപ്പം നമുക്ക് ഈ ഒരു എറർ വന്നാൽ മാറ്റാൻ പറ്റും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. മാത്രമല്ല, ഈ ഒരു വീഡിയോനെ പറ്റിയുള്ള എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ഫീഡ്ബാക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ തന്നെ അത് കമൻറ്റായിട്ട് ചോദിക്കാം. മാത്രമല്ല, ഞാൻ അപ്ലോഡ് ചെയ്ത PDF നിങ്ങളൊന്ന് റെഫർ ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ക്ലിയർ ആയി കിട്ടുന്നതാണ്. നമ്മൾ ഈ ഒരു ടിപ്പ് ചെയ്യാൻ നേരത്ത് തീർച്ചയായിട്ടും നമ്മളുടെ സിസ്റ്റം ഇൻ്റർനെറ്റോട്ട് കണക്ട് ചെയ്തിട്ടേക്കണം. എങ്കിൽ മാത്രമേ ഇൻസ്റ്റാളേഷൻ കറക്റ്റായിട്ട് നടന്നിട്ട് ആ ഒരു എറർ പോകുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ, നെവിൻ സൈനിങ് ഓഫ്.